ഞാൻ മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസിനെ കൊണ്ടൊക്കെ വലിയ പ്രയോജനം ഉണ്ട്. ഓൾറെഡി നമ്മൾ കോഴ്സുകളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്, പക്ഷെ വലിയ പ്രയോജനം ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാനിത് അവിടെ മെൻഷൻ ചെയ്യാൻ കാരണം എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല. ജോബ് കിട്ടാൻ ഇച്ചിരി ഡിഫിക്കൽട്ടി ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജനറൽ കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല. പ്ലസ് അവർക്ക് ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ഡൗട്ട്സും ഉണ്ടാവും, ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളവർ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഏത് ഫീൽഡ് വേണമെന്നുള്ള ചൂസ് ചെയ്യാനും പ്ലസ് അവർക്ക് ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് കിട്ടാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയററ്റിക്കലി കിട്ടുന്ന ഒരു നോളജ് പോലെയല്ല പ്രാക്ടിക്കൽ നോളജ്, അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നത്തെ കാര്യം, നമ്മളൊരു കമ്പനിയുടെ ഉള്ളിൽ എൻ്റർ ആയാൽ മാത്രമേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണ്, വർക്ക് കൾച്ചർ എന്താണ്, അതിൽ ബിഹേവിയർ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ തിയററ്റിക്കലി പഠിച്ചു വെച്ചിരിക്കുന്ന ഇലാബറേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിലെ കോഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആക്ടിവിറ്റീസിലൊക്കെ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഉള്ളിൽ തന്നെ കിടക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇന്റർവ്യൂസിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പ്രിപ്പയർഡ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. പക്ഷേ പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻസിനെയൊക്കെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പലരും ചോദിച്ചു ഇത് പെയ്ഡ് അൺപെയ്ഡ് ഏതിന് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിരിക്കാന്ന്. അതൊക്കെ നിങ്ങൾ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഏത് പ്രോഗ്രാമിന് പോയാലും നമുക്ക് അവിടെ ആരും ട്രെയിൻ ചെയ്യാനായിട്ട് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ തന്നെ പഠിച്ചെടുക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. നമ്മുടെ ഫ്യൂച്ചർ ആണ് മുന്നിൽ എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ആ ഒരു ടൈം പീരീഡ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. തിരിച്ചിറങ്ങുമ്പോൾ ഒരു ജോലിക്ക് വേണ്ട എല്ലാം ആ ഒരു സമയത്ത് നമ്മൾ അക്വയർ ചെയ്തിരിക്കണം.